മാവൂരിലെ വാഴത്തോട്ടങ്ങളെ പുന്നവയൽ പാടമാക്കി കർഷക കൂട്ടായ്മ. കർഷക ദിനത്തിൽ 25 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയാണ് പൊൻകതിർ വിളയിക്കുന്ന പാടമാക്കുന്നത്. മാവൂർ പാടം കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന നെൽകൃഷിക്ക് കാർഷിക കൂട്ടായ്മയിലെ 25 കർഷകർ കൃഷി പരിപാലിക്കും. ഓരോ കാലവർഷത്തിലും വേനൽക്കാലത്തും കൃഷിനാശം സ്ഥിരമായതോടെ ഇത്തവണ കർഷകർ വാഴകൃഷി മാറ്റിപ്പിടിച്ചാണ് മാവൂർ പാടം കാർഷിക കൂട്ടായ്മ പുന്നനെൽ കൃഷിക്ക് തുടക്കമിട്ടത്. കർഷക ദിനത്തിൽ മാവൂർ പാടത്ത് പുന്നലിന്റെ മണം ഉയർന്നു. 25 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ഇറക്കുന്നത്. മാവൂർ പാടം കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി. കാർഷിക കൂട്ടായ്മയിലെ 25 കർഷകരാണ് നെൽകൃഷിക്കായി മുന്നിട്ടിറങ്ങിയത്. വലിയ ഉരുൾപൊട്ടും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് മാവൂർ പാടശേഖര സമിതിൻ്റെ കീഴിലുള്ള കർഷകർ വയലിൽ കൃഷി ഉണ്ടാക്കാൻ ഇറങ്ങുന്നത്. മട്ടത്രിവേണി കാഞ്ചനിയും ആദ്യ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഇറക്കുകയാണ്. ഫസ്റ്റ് 3 ബാച്ചായിട്ട് കൃഷി ഇറക്കലുണ്ട് മാവൂർ വയലിൽ. അതിൽ ആദ്യ ബാച്ചിൽ നിൽക്കുകയാണെങ്കിൽ 25 ഏക്കറോളം സ്ഥലം കൃഷി ഇറക്കുകയാണ്. 25ഓളം കർഷകർ 25 ഏക്കറോളം കൃഷി ഇറക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നെൽകൃഷി ഇറക്കുന്നതിനോടൊപ്പം അമ്പലവയൽ വിത്തുൽപാദന കേന്ദ്രം തയ്യാറാക്കിയ മാലിന്യത്തിലൂടെ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്ന പുതിയൊരു രീതിയുടെ പരീക്ഷണം കൂടി മാവൂർ പാടത്തെ നെൽകൃഷിയിടത്തിൽ പരീക്ഷിക്കുന്നുണ്ട്. ഇതിനുവേണ്ട പിന്തുണ ശുചിത്വ മിഷൻ നൽകുന്നു. അമ്പലവയൽ വിത്തുൽപാദന കേന്ദ്രത്തിലെ ശാസ്ത്ര വിഭാഗം ഈ ശുചിത്വ മിഷൻ്റെ കീഴിൽ ഇറക്കുന്ന പുതിയ ജൈവ മാലിന്യ ജൈവ വളമാക്കി മാറ്റിയെടുക്കുന്ന ആ വളത്തിന് ഞങ്ങളിവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവർ തന്നെ നേരിട്ടെത്തുന്നതാണ് അറിയുന്നത്. അതിൻ്റെ ഗുണമേന്മകളെ പരിശോധന നടത്തുന്ന ഒരു പ്രവർത്തനം കൂടി ഇപ്രാവശ്യത്തെ കൃഷിയാണ്. അത്യുൽപാദന ശേഷിയുള്ള മട്ട ത്രിവേണിയും കാഞ്ചന ഇനത്തിൽപ്പെട്ട നെൽവിത്തുകളുമാണ് കൃഷി ഇറക്കുന്നത്. 1 മാസം മുൻപ് പാകിയ വിത്തുകൾ എല്ലാം വിതയ്ക്കാൻ പാകമായി കഴിഞ്ഞു. വിത്ത് വിതയ്ക്കലിന് മാവൂർ പാടം കൂട്ടായ്മയിലെ കർഷകരെല്ലാം പാടത്തെത്തി. ഒപ്പം പിന്തുണയുമായി മാവൂർ കൃഷിഭവനും മുന്നിൽ നിന്നു. ഇനി നെൽകൃഷി അകന്ന മാവൂർ പാടത്ത് പച്ചപ്പണിയിച്ച് നെൽകൃഷി സമൃദ്ധമാകും. ന്യൂസ് ബ്യൂറോ, മാവൂർ.